ഈ തേയില നുള്ളുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ ചില സ്ത്രീകൾ ഇതിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ എടുക്കും, ഇതിലേക്കിടും, ഇങ്ങനെ എടുക്കും, ഇതിലേക്കിടും, ഇങ്ങനെ നുള്ളി ഇടുന്നുണ്ട്. ശരിക്കും ഈ മൂന്നാർ ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയിലക്കൃഷിക്കായിട്ട് വികസിപ്പിച്ചെടുത്ത സ്ഥലമാണ്. ആ സമയത്ത് കുറച്ച് മലയാളികളും പിന്നെ ഉണ്ടായിരുന്ന തമിഴന്മാരുമായിരുന്നു. അവരിവിടെ വന്നത് ശരിക്കും ഈ തേയിലക്കൃഷി, തേയിലത്തോട്ടങ്ങളിലെ പണിക്കായിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരും മാനേജർമാരുമായിട്ടൊക്കെ ഉണ്ടായിരുന്നത് മുഴുവൻ തന്നെ ബ്രിട്ടീഷുകാരായിരുന്നു. സായിപ്പന്മാരെ അന്ന് ഏറെ ആകർഷിച്ച ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ അവരുടെ നാട് വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റിനോടൊക്കെ ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് മൂന്നാർ. -1 വരെയൊക്കെ ചില സമയത്ത്, -1 അല്ല, ഇപ്പോൾ -4 വരെ ഇപ്പോഴും വരുന്നുണ്ട്. അന്നൊക്കെ നല്ല തണുപ്പായിരുന്നു. സായിപ്പന്മാരെ ഏറെ ആകർഷിച്ച ഒരു പ്രദേശമാണ് മൂന്നാർ എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ധാരാളം ബംഗ്ലാവുകൾ അവരിവിടെ പണിതിട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്ത് പണിതിട്ടാണ്. ഇപ്പോഴും അത് പലതും ഗസ്റ്റ് ഹൗസുകളും ഹോട്ടലുകളും ഒക്കെ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും 1-2 ബംഗ്ലാവുകൾ കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട് ഈ തേയിലത്തോട്ടം കണ്ടിട്ട്? നല്ല രസമില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്നാൽ ഒരു കഥ എഴുതാനും അല്ലെങ്കിൽ കവിത എഴുതാനും ഒക്കെ ഉള്ളൊരു മൂഡ് അല്പം സാഹിത്യവാസന പോലും ഇല്ലാത്തവർക്ക് പോലും വരും. കാരണം നമ്മുടെ പ്രൊഡ്യൂസർക്ക് വരെ വരികയുണ്ട്. അതായത് നമുക്ക് ഈ തേയിലത്തോട്ടം മുഴുവനായിട്ടൊന്ന് കണ്ട ശേഷം ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടെ തന്നെ മൂന്നാറിലേക്ക് യാത്ര തിരിക്കാം. ഇതിൻ്റെ ഇടയിലേ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ രാജവെമ്പാലയെ പിടിച്ചത് ഇവിടുന്നാന്ന് കുറച്ച് മുമ്പ് ഒരാളിവിടെ പറയണ്ടായി. അതുകൊണ്ട് അധികം നേരം ഞാൻ ഇതിൻ്റെ ഇടയിൽ കിടന്ന് വരുന്നില്ല, പയ്യെ പുറത്തോട്ടാണ് കേട്ടോ. ഈ ഭീമാകാരന്മാരായ പൈപ്പുകളെ കണ്ടില്ലേ? ഇതെന്താ സംഭവം എന്നറിയോ? സാർ CP രാമസ്വാമി അയ്യർ ഹെഡ് വർക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ അണക്കെട്ടാണ്. ആ ചെറിയ അണക്കെട്ടിൽ നിന്നും പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. വളരെ ശക്തമായ രീതിയിൽ ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്തിട്ടാണ് അവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ ബാക്കിയുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. പക്ഷെ മുകളിലൊന്നും കാണാൻ പറ്റില്ല. അവിടെ മുകളിലാണ് ഡാം, മൂന്നാർ മുകളിലായിട്ടാണ്. അവിടെ മഞ്ഞ് മൂടി മൊത്തം മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 4 മണിയായിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മൂന്നാർ എത്തുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു മൊത്തം മഞ്ഞാവും തോന്നുന്നു. നമുക്ക് വേഗം ഇതിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങോട്ട് പോകാം. നമ്മൾ നേരത്തെ കണ്ടില്ലേ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിലേക്ക് വെള്ളം കൊണ്ടുവന്ന്.
ഞാൻ മുൻപ് പറഞ്ഞിരുന്നു സാർ CP രാമസ്വാമി അയ്യർ ഹെഡ് വർക്ക്സ് ഡാമിനെ കുറിച്ചിട്ട്. ആ ഡാമാണ് ഈ ബാക്കി കാണുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ ഭാഗത്ത് ഒരു 3 ഫിൽട്ടർ പോലെ കാണാം. ആ 3 ഫിൽട്ടർ കാണുന്ന അതിൽ കൂടെയാണ് അവിടെ നിന്നാണ് പൈപ്പ് വെച്ചേക്കുന്നത്, വെള്ളം പമ്പ് ചെയ്യുന്ന പൈപ്പ്. അവിടുന്ന് വെള്ളം പമ്പ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ പള്ളിവാസലിലേക്ക് വെള്ളം കൊണ്ടുവന്ന കോയിലുകൾ ഉണ്ടല്ലോ, ആ കോയിലുകൾ വഴി വെള്ളം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് സാർ CP രാമസ്വാമി ഹെഡ് വർക്ക്സ് എന്ന ചെറിയ അണക്കെട്ട്. പിന്നെ ഇവിടെ വേറെ എന്താ പറയാൻ, എവിടെ നോക്കിയാലും തേയിലയുള്ളൂ. ഇനി മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് നല്ല ഒന്നാന്തരം ചായ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പ്രൊഡ്യൂസർ പറയുന്നത് കേട്ടു. അടുത്ത ലക്ഷ്യം ഒരു നല്ല ചായ കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല ചായക്കട, അതായത് മൂന്നാറിൻ്റെ മനോഹരമായ സ്ട്രോങ് ടീ ഉള്ള, അതായത് നമ്മൾ ഈ ഇതിൻ്റെ അകത്ത് മായമൊന്നും ചേർക്കാത്ത നല്ല ഒന്നാന്തരം ഒരു തേയില വെച്ചിട്ടുള്ള ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാം. നേരത്തെ ചായ കുടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് കാര്യം അവസാനിപ്പിച്ചെങ്കിലും നമുക്ക് ചായ കുടിക്കാൻ പറ്റിയില്ല. പ്രൊഡ്യൂസർ പറഞ്ഞു പോതമേട് വ്യൂ പോയിൻറ്റും കൂടെ എടുത്തിട്ട് ചായ കുടിച്ചാൽ മതി. പക്ഷേ പോതമേട് വ്യൂ പോയിൻറ്റിൽ എത്തിയപ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. മിസ്റ്റ് കാരണം നമുക്ക് ക്യാമറയിലൊന്നും കിട്ടുന്നില്ല. എങ്കിലും കാണാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങൾ നമ്മളൊന്ന് കണ്ട ശേഷം നമുക്ക് ചായ കുടിക്കൽ പരിപാടിയിലേക്ക് കിടക്കാം. യൂക്കാലിപ്സ് മരങ്ങൾക്കിടയിൽ 2 യുവമിഥുനങ്ങൾ. ഇതാരാ പറഞ്ഞേക്കുന്നത്? ജഗതിച്ചേട്ടനാണ്. ഏതോ ഒരു സിനിമയിൽ ജഗതിച്ചേട്ടൻ പറഞ്ഞേക്കുന്ന പ്രശസ്തമായ ഒരു ഡയലോഗാണ്. ഞാനിത് കല്യാണം കഴിക്കാത്ത അസൂയ കൊണ്ട് പറയുന്നില്ല. ഇവിടെ എവിടെ നോക്കിയാലും കപ്പിൾസിനെ കാണാറുള്ളൂ. കല്യാണം കഴിച്ചിട്ടുള്ളവരും കല്യാണം കഴിക്കാൻ പോകുന്നതുമായ കാമുകന്മാരുടെ വിഹാര കേന്ദ്രമാണ് ഈ യൂക്കാലിപ്സ് തോട്ടം. അത് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടൊന്ന് ഹണിമൂൺ പോകാൻ മൂന്നാറിലേക്ക് ചിലരൊക്കെ പോരാറുണ്ട്. മൂന്നാറാണ് മിക്കവാറും കേരളത്തിലുള്ളവർ തിരഞ്ഞെടുക്കുന്നത് സ്പേസ്. അങ്ങനെ മൂന്നാറിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ യൂക്കാലിപ്സ് തോട്ടം. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പുഴയും എല്ലാം കൂടെ നല്ല രസമുണ്ട്. മാത്രമല്ല നല്ല തണുത്ത കാറ്റാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചതേ ഉള്ളൂ നമ്മുടെ ക്രൂ മെമ്പേഴ്സിൻ്റെ അടുത്ത്, മൂന്നാർ വന്നിട്ട് ഇനി AC റൂം എടുത്ത് താമസിക്കേണ്ടി വരും, ഇവിടെ തണുപ്പൊന്നും ഇല്ലോന്ന്. ഇപ്പോൾ ശരിക്കും തണുത്ത് തുടങ്ങി. ഒരു സീസണല്ല, എന്നിട്ടും കൂടെ തണുത്ത് തുടങ്ങി. മൂന്നാറിൻ്റേതായ ഒരു ഫീലിലേക്ക് ഞങ്ങൾ എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മൂന്നാറിൻ്റെ ബാക്കിയുള്ള ഇപ്പോൾ ശരിക്കും 5:15 ലൈറ്റൊക്കെ ശരിക്കും ഡൗൺ ആയി തുടങ്ങി. എങ്കിൽ പോലും നമുക്ക് എടുക്കാൻ പറ്റുന്നിടത്തോളം സംഭവങ്ങൾ ഇന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് ബാക്കിയുള്ള പ്രദേശത്തേക്ക് പോകാം. യൂക്കാലിപ്സ് തോട്ടമൊക്കെ നിങ്ങൾ ഏതായാലും ഒന്ന് കാണും. അപ്പോഴത്തേക്ക്
ഇത് പഴയ മൂന്നാർ. ഈ പഴയ മൂന്നാർ എന്ന് പറയുന്നത് 1921 അതിഭയങ്കരമായൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൽ ഈ പഴയ മൂന്നാറിലുണ്ടായിരുന്ന കെട്ടിടങ്ങളും ഈ ടൗൺഷിപ്പും എല്ലാം ഒലിച്ചുപോയി. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന മൂന്നാർ അല്ലെങ്കിൽ പുതിയ മൂന്നാർ ഉണ്ടായത്. എന്താ പേര്? ശെൽവം. നിങ്ങളിവിടെ സ്ഥിരം ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ആദ്യം ഞാൻ നമുക്കൊന്ന് ക്രിക്കറ്റ് കളിച്ചാലോ? എങ്ങനെയാണ്? ഇത് പണ്ട് ബ്രിട്ടീഷുകാർ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗ്രൗണ്ടാണ്. ഇപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാരൊന്നുമില്ല, നിങ്ങളെല്ലാവരുമാണ് കളിക്കുന്നത് അല്ലേ? ഇവിടെ ആ കാണുന്ന വേനൽക്കാല വസതി, ഇപ്പോൾ അത് ടാറ്റ ടീ എസ്റ്റേറ്റിൻ്റെ ഗസ്റ്റ് ഹൗസാണെന്ന് തോന്നുന്നു. ഒരു വേനൽക്കാല വസതി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ബോൾ സ്റ്റമ്പിലൊന്നും അറിയില്ല കേട്ടാ, ഔട്ടായ നാണക്കേടാ. പയ്യെ ക്യാച്ചിങ് പ്രാക്ടീസ് ആവും, പോരാ. അത് വേറൊരു കാര്യം നേരത്തെ പറയാൻ പറഞ്ഞു. അന്ന് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ കാര്യം പറഞ്ഞില്ലേ? അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പഴയ മൂന്നാറിൽ റെയിൽവേ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇവിടെ റെയിൽവേ ഉണ്ടായിരുന്നവരോ? അറിയാമോ? ഇവിടെ റെയിൽവേ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇടുക്കി ജില്ലയിൽ റെയിൽവേ എന്ന് പറഞ്ഞ സംഭവമില്ല. അന്ന് ആ റെയിൽവേ ലൈനും ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കൂടെ ഒഴുകിപ്പോയി. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് മൂന്നാറിൽ ട്രെയിനിൽ വരായിരുന്നു. നിങ്ങൾ ട്രെയിൻ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ചിട്ട്? തമിഴ്നാട്ടിൽ. നിങ്ങളൊക്കെ ഏത് സ്കൂളുകളിൽ പഠിക്കുക? ഇപ്പോൾ 4-ാം തീയതി സ്കൂൾ തുറക്കുമല്ലേ? അതെന്താ സംഭവം? അത് അറിയോ? അത് ടീ എസ്റ്റേറ്റ് ഇതാണോ? ഗസ്റ്റ് ഹൗസ് അല്ലേ? ഇതാ ഞാൻ പറഞ്ഞ പണ്ട് ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല വസതിയായിരുന്നു. ഇപ്പോൾ അത് ഗസ്റ്റ് ഹൗസാണ്. അതിൻ്റെ എന്തെങ്കിലും പേരുണ്ടോ അതിന്? ഇല്ല. ഇത് കണ്ണൻദേവൻ്റെ ക്ലബ്ബാണ് ഇപ്പോൾ കാണുന്നത്. ഈ കണ്ണൻദേവൻ ക്ലബിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല വസതിയായിരുന്നു. ഇപ്പോൾ കണ്ണൻദേവൻ്റെ തന്നെ ഗസ്റ്റ് ഹൗസാണ്. കുറേ നേരമായില്ലേ ചായ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാനം പ്രൊഡ്യൂസർ ഒരു ചായക്കടയെ കൊണ്ട് വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ ചായ ഉണ്ടോയെന്ന് അതും ചോദിക്കട്ടെ. ചായ കാപ്പി എന്ന് എഴുതി. ചേച്ചി ചായ കാപ്പി എല്ലാം ഉണ്ടോ? ഈ എന്തെങ്കിലും സ്പെഷ്യൽ ചായ ഉണ്ടോ മൂന്നാറിൻ്റെ? അതായത് ഞാൻ നേരത്തെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു മൂന്നാറിലെ സ്പെഷ്യൽ ചായയാണ്, നല്ല ഒന്നാന്തരം തേയിലയൊക്കെ ഇട്ട് കിട്ടുന്നതാണ്. ഇവിടുത്തെ നല്ല ഒന്നാന്തരം തേയില ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ ചായ എനിക്ക് വേണം, ഒരു സ്ട്രോങ് ടീ. ചേച്ചി സ്ട്രോങ് ടീ തരാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഏലക്കയൊക്കെ ഇടുമോ? അതോ ഏലക്കയൊക്കെ ഇടുമല്ലോ? ഏലക്കയൊക്കെ ഇടും അല്ലേ? ഏലക്കയൊക്കെ ഇട്ടിട്ടുള്ള ചായ കുടിക്കാം. മൂന്നാറിലെ സ്പെഷ്യൽ ടീ എത്തി. ഇതെല്ലാം ഒരു കാലത്ത് അതന്നെ. ഇതിൻ്റെ അകത്ത് എന്താ ചേർത്തങ്ങനെ? ഏലക്കയുണ്ട്, പിന്നെ വേറെ എന്തോ ഒരു എസൻസ് ഒഴിക്കുന്നുണ്ടല്ലോ. ഏലക്കയുടെ എസൻസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ സ്ട്രോങ് ടീ. അപ്പോൾ ഈ ചായ കുടിച്ചിട്ട് നമുക്ക് CSI ചർച്ച് വരെ പോകാം. അപ്പോൾ അതുവരേക്കും ടീ ബ്രേക്ക്. മൂന്നാറിലെ അതിപുരാതനമായ ഒരു CSI ചർച്ചിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.
മൂന്നാർ തന്നെ നമ്മൾ എത്തിക്കഴിഞ്ഞു. പഴയ മൂന്നാർ കഴിഞ്ഞ് പുതിയ മൂന്നാറിലെത്തി. ഇനി 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഈ പള്ളിയിലൊന്ന് കയറാണ്ടിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. കാരണം കരിങ്കല്ലുകൊണ്ട് മാത്രം പണിതിരിക്കുന്ന, ബ്രിട്ടീഷുകാർ 1910 പണിതിരിക്കുന്ന പള്ളിയാണത്. ഇപ്പോൾ കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈയിടെ 100 വർഷം ആഘോഷിച്ചു, സെഞ്ചുറി ആഘോഷിച്ച പള്ളിയാണ്. ഒത്തിരി ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളി തന്നെയാണിത്. തീർച്ചയായിട്ടും മൂന്നാർ സന്ദർശിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഈ പള്ളിയും കൂടെ സന്ദർശിച്ച ശേഷം വേണം മൂന്നാറിലേക്ക് പോകാൻ.